മോനെ നൂഹേ വാ വന്ന് ഭക്ഷണം കഴിച്ചാ 2 മണിയായി. നീ കൊറേ നേരമല്ലോ ഫോൺ കളിക്കുന്നേ. ഉമ്മാന്റെ ബ്ലഡ് ഏതേനു? എ പോസിറ്റീവേനു? അല്ലല്ലോ, എന്നാടാ? ഞാൻ അവരെല്ലാം ഒന്ന് വിളിച്ചോക്കട്ടെ. എന്നാ ശരി. ഇർഫാൻ ആശുപത്രിയിലെ റൂമില്ലേ? എന്നാ എന്തോ ബ്ലഡില് ഇൻഫെക്ഷൻ ആയിട്ട് സീരിയസ് ആവല്. അല്ലാ, എന്നാ പറ്റിയേ? ഫുഡ് പോയ്സൺ ആവാലോ. എങ്ങനെയെങ്കിലും ബ്ലഡ് ശരിയായി കൊടുക്കണോ? ആരിപ്പോ കിട്ടുക? അല്ലാ, ഫുഡ് പോയ്സണാ? അതെങ്ങനെയാ? അതൊന്നും അറിയില്ല അമ്മ. ഓൻ്റെ വീട്ടിലാരും ഇല്ലാത്ത സമയത്ത് പഴയ ഭക്ഷണം കഴിച്ചിനല്ലോ. ഓൻ ഇന്നലെ അല്ലേ ഇവിടെ വന്നേ? ഓന് ഇന്നലെ ഇവിടെ വന്നിനി. അന്നേരം ഉമ്മ ഭക്ഷണം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ അവസ്ഥ വരുവാനോ എനിക്ക്? നൂഹേ, ഇന്ന് എത്ര നേരമായി ഞാൻ വിളിക്കുന്നേ. വന്നേ? എടാ ഇർഫാനെ, നീ നിന്റെ വീട്ടിൽ പോയിട്ട് രാവിലെ വന്നല്ലേ ഒരു സൈക്കിളും കൊണ്ട് കളി ഇന്നെ വിളിക്കുന്ന? ഓൻ്റെ വീട്ടിൽ ആരും ഇല്ലല്ലോ ഇനി. എന്നാലും സാരില്ല, എനിക്ക് പഠിക്കാനില്ലേ. നീ സൈക്കിൾ അവിടെ വെച്ചിട്ട് ഇങ്ങ് വന്നട്ടെ. ഞാൻ രാവിലെ എല്ലാം കൊറേ സമയം പഠിച്ചില്ലേ, കുറച്ച് സമയം കളിക്കട്ടെ. നീ ഇങ്ങ് വന്നേ. എനിക്ക് വിശക്കുന്നില്ലേ? തിന്നാൻ വേണ്ടേ? മര്യാദക്ക് ആ ചെക്കനെ പറഞ്ഞു വിടും. എന്തൊരു ശല്യ ഇത്. എന്താ പ്രശ്നം? അല്ല, രാവിലെ തന്നെ കോഴിനെ തുറന്നു വിട്ട പോലെ ഇങ്ങനെ ഇറങ്ങിക്കോളൂ. എൻ്റെ മക്കൾക്ക് എന്തെങ്കിലും ഓനിക്ക് തിന്നാൻ കൊടുക്കാൻ വരെ പറ്റൂല. എന്നാ പിന്നെ ഓന് ഭക്ഷണം കഴിക്കേണ്ട നേരത്തെങ്കിലും ഓൻ്റെ വീട്ടിൽ പോണ്ടേ? പാവ, ആ ചെക്കന് കുറച്ച് ഭക്ഷണം ഓനിക്കും കൊടുത്തൂടെ? അതെന്താ ഇപ്പോ? ഞാൻ ഭക്ഷണം കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്നത് കണ്ട തെണ്ടി പിള്ളേർക്ക് തിന്നാൻ വേണ്ടിയിട്ട് അല്ല കേട്ടാ, എൻ്റെ മോനിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. മര്യാദയ്ക്ക് ഓനെ പറഞ്ഞിട്ട് ഇങ്ങ് വന്ന് ഭക്ഷണം കഴിച്ചു. ആഹാ, ഇതങ്ങനെ വിട്ടാ പറ്റൂലല്ലോ. 2 പറഞ്ഞിട്ട് തന്നെ കാര്യം. എടാ ഇർഫാനെ, ഇന്നോടല്ലേ പറഞ്ഞേ വീട്ടിൽ പോയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് വരാന്? പോയാ പോ, രാവിലെ തന്നെ ഇറങ്ങിക്കോളൂ. പോയി നിന്റെ വീട്ടിൽ പോയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് വാ. പോ. ഇർഫാനെ, ഉമ്മ വന്നിട്ടില്ലേടാ? ഇല്ല, ഉമ്മ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാ. ഒന്നിച്ചാരുള്ളേ? ഇപ്പൊ ഉണ്ട്. ഇത് ബടക്കായിനെന്ന് തോന്നുന്നു. ഇന്നാടാ ഇതും കൂടി തിന്ന്. നമുക്ക് മതി, ഫുള്ള് വയറ് കാരണേ. ഇന്ന് ഇതെല്ലാം തിന്നാലേ തടിയും പണ്ടല്ലെങ്കിൽ പോരട്ടെടാ. ഓടും ചാടെല്ലാം വേണ്ടേ? ഞാൻ ഇതന്നെ കളിയാൻ പോക്കാം. ഓ, നീ പിന്നെയും വന്നാ? എന്നാ നീ ഓൻ ഭക്ഷണം കഴിക്കുന്ന കുറച്ച് ഭക്ഷണം കഴിക്കാൻ പോലും വിടൂലല്ലോ. നീ ഭക്ഷണം വിളമ്പിക്കൊണ്ട് വെച്ച് സ്മെല്ലടിച്ചിട്ട് വന്നതാ? നിന്റെ ഉമ്മയും പിന്നെ ഇങ്ങനെയാ പഠിപ്പിച്ചിനി?
മോനെ എന്ത് പറ്റി മുഖം വല്ലാതിരിക്കുന്നത്? ഒന്നുമില്ല അങ്ങളെ. പിന്നെ മോൻ എന്തെങ്കിലും കഴിച്ചാ? ഒന്ന് മോനെ വണ്ടി കയറി നമുക്ക് ഒന്ന് പുറത്ത് പോയിട്ട് കഴിച്ചിട്ട് വരാലോ. വിശക്കുന്നില്ല. വാ മോനെ വണ്ടി കയറി വാ. വേണ്ട. ഇനി അതൊന്നും ഓർത്തിട്ട് ഒരു കാര്യമില്ല. നീ വിഷമിക്കാണ്ട് വാണിക്ക് പോകും. ഞാൻ അറിയുന്നില്ലല്ലോ റഫീക്ക, ഓൻ്റെ വീട്ടിൽ ഭക്ഷണം ഇല്ല എന്നുള്ള കാര്യം. കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോവും കഴിക്കുകയും ഒക്കെ ചെയ്യും. അങ്ങനെയല്ല അവർ സമൂഹത്തെ പഠിക്കേണ്ടത്. മറ്റുള്ളവർക്ക് ഭക്ഷണം കൊടുത്ത് വെച്ചിട്ട് ഒരു കുടുംബം ഇന്നത്തെ വരെ മുടിഞ്ഞിട്ടില്ല. ഭക്ഷണം കൊടുക്കുമ്പോൾ എന്തെങ്കിലും കൊടുക്കുമ്പോഴാണ് പഠിച്ചോ നമുക്ക് നല്ലോണം തരിക. അത് മനസ്സിലാക്കണം. ദൈവമാണ് ഭക്ഷണം എന്ന് പറഞ്ഞാൽ ദൈവം. അതുകൊണ്ട് വേഗം ആ കുട്ടീനെ രക്ഷിക്കാൻ വേണ്ടി നോക്കണം. നമ്മളെ ആ കുട്ടിക്ക് എന്തും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളെ പഠിച്ച വെറുതെ വിടില്ല. ഞാൻ പോയിട്ട് ആ ബ്ലഡ് കിട്ടും നോക്കട്ടെ. നീ വേഗം റെഡിയാക്കും. നിങ്ങൾക്ക് ഇതാ ഇതിലൊരു ഗ്രൂപ്പ് ഉണ്ടേ, ബ്ലഡ് ഡൊണേഷൻ ഗ്രൂപ്പാണ്. ഇതിലൊന്ന് കോണ്ടാക്ട് ചെയ്ത് നോക്കിയാലോ, അഥവാ കിട്ടിയാലോ. അതാരാ ബെല്ലടിച്ച? ആര് വന്നിട്ടുണ്ടോ നോക്കിയാ? ആ എന്തേനു കുടിക്കാൻ ശേഷം വെള്ളം തരുമോ? നല്ല ദാഹമുണ്ട്. വെള്ളം ബാ, ഭക്ഷണം കഴിച്ചിട്ട് വാ, ചോറിന് സമയമല്ല. ഭക്ഷണം വേണം. സാരല്ലേ ബാ, കഴിച്ചിട്ട് വാ. സാരല്ലേ ബാ, കേറിക്കോ. മോന് കുടിക്കാൻ കുറച്ച് കഞ്ഞി വാങ്ങിക്കൊണ്ട് തരട്ടെ? പിന്നെന്താ വേണ്ടേ? ജ്യൂസാ ചായ ഏറ്റവും വേണോ? വേണ്ട. മോനെ ഇർഫാനെ ഇപ്പം എങ്ങനെയുണ്ട്? ഓക്കെ അല്ലേ? ഇപ്പം ഡിസ്ചാർജ് ചെയ്യുന്ന കേട്ടാ, നമുക്ക് പോവാം. മോനെ ഒന്നുകൊണ്ട് പേടിക്കണ്ട കേട്ടാ. ഞാൻ അറിയില്ലേനോടാ, എൻ്റെ ഉമ്മയും ഉപ്പയും വീട്ടിലില്ലാത്ത. ഇനി മോനെ നമ്മളടുത്ത് വന്നിട്ട് ന്യൂഹിൻ്റെ ഒക്കെ ഒന്നിച്ച് കളിച്ചോ, നമ്മൾ വീട്ടിൽ നിന്നോ. എൻ്റെ ഉമ്മയെല്ലാം ഡിസ്ചാർജ് ആയി വരുന്നവരെ നമ്മൾ ഓർക്കുന്നു കേട്ടോ. ഒന്നും ടെൻഷൻ ആക്കണ്ട. എൻ്റെ ഉപ്പയും ഉമ്മയും വന്നിട്ടാകുമ്പോൾ നിൻ്റെ വീട്ടിലേക്ക് പോവാം. ഇപ്പം നമുക്ക് നേരെ നമ്മളെ വീട്ടിലേക്ക് പോവാം കേട്ടാ. എണീച്ചു വന്നാൽ ബില്ലെല്ലാം അടച്ചേ? അല്ല ഓക്കെ. ചെരുപ്പിട്.